ഗായ്സ്, ഡാഡി കണ്ടോ? ഡാഡി വലിയ തോർത്തിക്കെടുത്ത് തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ജോലി ചെയ്യുകയാണ് ഡാഡിക്ക്. പറഞ്ഞാൽ കേൾക്കത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ് വീഡിയോ എടുത്തിട്ടാൽ എന്നെ റെഡിയാകുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ കരിയാപ്പലയും കൊണ്ട് വരാൻ പോന്നു. ഹലോ ഗൈസ്, ഞാനിവിടെ ഡാഡിയെ കൊണ്ടാണ് ഇത് പറപ്പിച്ചെടുത്തത്. അപ്പം ഡാഡി എന്നാ ചെയ്തു? തൂക്കാൻ പോയി. കണ്ടേ, എൻ്റെ മൈലാഞ്ചി ചെടി ഡാഡി ഉപദ്രവിച്ച് ഇതിനെ കൊന്നു. ഇപ്പം അത് കിളിച്ചു. കണ്ട, എന്നെ മുടി മുട്ടയടിച്ചതുകൊണ്ട് മൈലാഞ്ചി ഒന്നും പറിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് കണ്ടോ ഗൈസ്, ഇവിടെ ഒരു ചെടിയും വെക്കാൻ സമ്മതിക്കില്ല. ഇത് ഇവിടെ പണ്ടിരുന്ന ഒരു ചെടിയാണേ. ഇത് നവരെ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവച്ചു. ഇത് മൂത്രരോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. ഇത് വെള്ളിലെ തണ്ടില്ലേ, പണ്ട് സ്ലേറ്റ് ഉണ്ടായിരുന്നപ്പോൾ തേക്കുന്നത് മഷിത്തണ്ട്. ഇതും ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതാണ്. കിളിക്കുന്നുണ്ട്. ഡാഡിക്ക് ഒരു ചെടിയും ഇഷ്ടമല്ല. ഡാഡി എൻ്റെ ഇത് വൈരാഗ്യം തീർക്കാൻ ചെടിയും നശിപ്പിക്കും. ഇതൊരു ചെമ്പരത്തി അപ്പുറത്തെ ചേച്ചിയുടെ ഇന്ന് മേടിച്ച് കുഴിച്ചിട്ടതാണ്. ഡാഡി എടുത്ത് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് കുഴിപ്പിച്ചിട്ടതാണ്. പിന്നെ ഗായ്സ്, ഈ സംഭവം കണ്ട, ഇതിൻ്റെ പേരാണ് സീതപ്പഴം. കണ്ടോ, ഈ സീതപ്പഴം മരം ഇവിടെ നിൽക്കുകയായിരുന്നു. പണ്ട് തൊട്ടേ ഉള്ളതാണ്. പക്ഷേ ഈ ഡാഡി സീതപ്പഴം മരത്തിനെ പോലും വെറുതെ വിടാതെ എല്ലാ മരത്തിനെയും വെട്ടുന്നൊരു പ്രവണതയുണ്ട് ഡാഡിക്ക്. ഇതുണ്ടോ, എൻ്റെ അടുത്ത് പറയും സീതപ്പഴമോ, എന്തൊരു സീതപ്പഴമെന്നും പറഞ്ഞ് വെട്ടിയെടുത്ത് കളയും ഗൈസ്. വേണ്ട, വലിയ ഇത് എത്ര വില കൊടുത്ത് മേടിക്കുന്നതാണെന്ന് അറിയാമോ? പക്ഷേ ഡാഡിക്ക് അതൊന്നും പ്രശ്നമല്ല. ഡാഡിക്ക് വെട്ടി വെളുപ്പിക്കുക. പിന്നെ എൻ്റെ കറിവേപ്പ് കണ്ടോ, കറിവേപ്പിലെ ഡാഡി കംപ്ലീറ്റ് വെട്ടി. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് ചോദിച്ച് എന്തിനാ ഡാഡി ഇത് വെട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ പെങ്കൊച്ചിനെ കൂട്ടുകാരിയെ ഓടിച്ചു വഴക്കും പറഞ്ഞു. പിന്നെ കപ്പ മരം, അത് വയറിനകത്തോട്ട് പോകുന്നുണ്ട്. അത് വെട്ടി മാറ്റിയേ പറ്റുള്ളൂ. ആ മരത്തിന് അങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ. കറണ്ട് കമ്പി അപ്പുറത്തെ വീട്ടിലോട്ട് ലൈൻ വലിച്ചേക്കുന്നിടത്തോട്ടാണ് പോകുന്നത്. അത് വെട്ടണം, അത് വെട്ടിയേ പറ്റൂ. അടുത്ത ഡാഡി എൻ്റെ ഫ്ലാസ്ക് തള്ളിയിടാനുള്ള പരുവത്തിലായപ്പം ഞാൻ പറഞ്ഞു ഡാഡി ഫ്ലാസ്കിനെ ഒന്നും ചെയ്യില്ലെന്ന്. പിന്നെ ഡാഡിക്കുള്ള പണികളെന്ന് വെച്ചാൽ ഒരു പൊടി പോലും തറയിൽ പറ്റാൻ പാടില്ല. കൊച്ചുങ്ങളെയൊക്കെ കുളിപ്പിക്കുന്ന ഡാഡി പണ്ട് ഈ ചകിരി തൊണ്ടൊക്കെ ഇട്ട് പിള്ളേരെ എടുത്തിട്ട് കുളിപ്പിക്കും 2 മണിക്കൂറെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഗൈസ്, ഞാൻ ഇന്ന് നമുക്ക് കിട്ടിയ മീനാണിത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഈ മീനെ കണ്ടോ, ഭയങ്കര ടേസ്റ്റിയാണിത്. പക്ഷെ നല്ല വൈറ്റ് കളറുണ്ട് ഗൈസ്, വൈറ്റ് വെളുത്തിരിക്കും. ഇതിനകത്ത് ഞാൻ ഒരു കുടംപുളിയും ഒരു പീസും, പിന്നീട് നമ്മുടെ നല്ലോണം മുളക്, നമ്മൾ മുളക് പൊടിയൊന്നുമില്ല ഗൈസ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നില്ലല്ലോ, അപ്പം ഞാൻ സ്വന്തമായിട്ടങ്ങ് ഓരോ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കും. കറിവേപ്പില വീട്ടിലത് അങ്ങനെ അങ്ങ് ഇടും. പിന്നീട് നമുക്ക് ഈ ഫിഷ്, പിന്നെ തേങ്ങയും കുറച്ച് തേങ്ങയും മുളക് കൂടുതൽ, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പെരിഞ്ജീരകം ശകലം, പിന്നെ ആദ്യം വെളിച്ചെണ്ണയിൽ കടുക് വറുത്തായിരുന്നു ഗൈസ്. കൊച്ചുള്ളിയും കടുകും കൂടി ഇട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചേച്ചി വന്നു. പിന്നെ ഡാഡി വിളിക്കുന്നു മുതുക് കഴുകാൻ. മുതുക് ചകിരിയിട്ട് തേച്ച് കഴുകി കൊടുക്കണം ഡാഡിക്ക്, അല്ലെങ്കിൽ ഡാഡി എന്നെ ശരിയാകും. ഇതാ വരുന്ന ഡാഡി, മീൻ പറക്കിയിടട്ടെ. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ കറി. ചെറിയ ഒരു ചിരട്ടയുടെ കൊള്ളിയും കൂടി ഇടുക. ഇത് കണ്ടോട്ടെ, നിങ്ങൾ ഇട്ടിട്ട് ഇത് പറയണം. കറിയുടെ കൂടെ കോരി കൊടുക്കില്ല, പല്ല് പോകും. ശ്രദ്ധിക്കാതെ ആഹാരം കഴിക്കുന്നവർ നല്ലതാണിത്. ചിരട്ട കൊളി ഒരെണ്ണം ഇട്ടത്. അപ്പോൾ ഗൈസ്, നമ്മുടെ കറി സെറ്റാവും. ചെറിയ തീയിലാണ് ഇപ്പം ഞാൻ കൂട്ടി വെക്കും. പുളി, ഉപ്പ്, എരിവ്, ഇതാണ്. നല്ല ഫ്രഷ് മീൻ കിട്ടണം. ഇത് ഫ്രഷ് ആണോ എന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഇത് തിളക്കട്ടെ. ഇത് കണ്ട നല്ല തിളയ്ക്കുന്നു. ഇതാണ് കിട്ടിയത് നമുക്ക്. ഇങ്ങനത്തെ വെളിച്ചെണ്ണയാണ് കിട്ടിയത്. മറ്റേ ആട്ടുമില്ലി പോകാൻ പറ്റിയില്ല ഗൈസ്. ഡാഡിയുടെ മുടിയൊക്കെ തേച്ച് കഴുകി കൊടുത്തു ഞാൻ.
ഇപ്പം കറി നല്ല വെന്ത മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. നല്ല കുടംപുളിയുടെയും ഒക്കെ മണം വരുന്നുണ്ട്. അപ്പം തിളയ്ക്കുന്നു. പുളിയൊക്കെ പൊങ്ങി വന്നു. അപ്പം ഗൈസ് എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം നേരുന്നു. നല്ല കറിയാണ്, നല്ല ടേസ്റ്റി കറിയാണ് ഗൈസ്. ഞാനപ്പോൾ വെക്കട്ടെ ഗൈസ്. നിങ്ങളൊക്കെ ചോറുണ്ണാറായോ? വാവ്, ഞാൻ വെക്കുന്നു ഗൈസ് കേട്ടാ. എല്ലാവരും വന്ന് വീഡിയോ ഒക്കെ കാണണേ. ഞാൻ വന്ന് സമയാസമയങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലേക്ക് വന്നാൽ മതി കേട്ടോ ഗൈസ്. അതിലിട്ടാൽ മതി, ഞാൻ വന്ന് കൂട്ടാക്കാം ഗൈസ്. അപ്പം ഞാൻ വെക്കട്ടെ, ബൈ.